السلام عليكم ورحمة الله وبركاته. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. اللهم صل على محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ ജീവിതത്തിൽ നിന്ന് മുറിഞ്ഞു പോവാതെ ജീവിതാന്ത്യം വരെ നിലനിർത്തേണ്ട ഒരു ഇബാദത്താണ് നമസ്കാരം എന്ന് നമുക്കറിയാവുന്നതാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷം വരെ മറ്റു സ്വഹാബികളുടെ തോളിൽ കൈവച്ചുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട്, കാലിഴച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലേക്ക് കടന്നു വരുന്ന സന്ദർഭം നമുക്കറിയാവുന്നതാണ്. അത്രമേൽ നിർബന്ധവും പ്രധാനവുമായ ഒരു ആരാധന, യഥാർത്ഥത്തിൽ വിശ്വാസിക്ക് ലഭിക്കേണ്ട നമസ്കാരം എന്ന ഈ ആരാധനയിലൂടെ ലഭിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം തന്റെ ജീവിത സംസ്കരണമാണ് അതിലൂടെ ഉണ്ടാവേണ്ടത്. കാരണം ഒരു ദിവസം 5 വഖത്തിലായിക്കൊണ്ട്, 5 നേരത്തിലായിക്കൊണ്ട് നിസ്കരിക്കുമ്പോ ആ നമസ്കാരത്തിന്റെ ലക്ഷ്യം പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചകൃത്യങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നുമൊക്കെ തടയാൻ മനുഷ്യനെ, ഒരു മുസ്ലിമിനെ അതിൽ നിന്ന് മാറ്റി നിർത്തുവാൻ പ്രാപ്തമാക്കുന്ന ഒരു ആരാധനയാണ് നിസ്കാരം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നമസ്കാരങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഈ രൂപത്തിലുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ നമ്മുടെ നമസ്കാരം കാരണമാകുന്നുണ്ടോ എന്നാണ് നമ്മൾ ഒരു വേള ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട വിഷയം. നമുക്കറിയാം, നോമ്പിനെ പറ്റി പറഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് 3 തവണ ആമീൻ പറഞ്ഞു എന്നും, തുടർന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രവാചകരെ പതിവിന് വിപരീതമായി താങ്കൾ മിമ്പറിലേക്ക് കയറുമ്പോൾ 3 തവണ ആമീൻ പറഞ്ഞത്? എന്റെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു എന്നും 3 ശാപപ്രാർത്ഥന നടത്തിയെന്നും ആ പ്രാർത്ഥനക്ക് ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നിടത്ത് നോമ്പുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഒരു കാര്യം. അതായത് ജിബ്രീലിന്റെ ഒരു പ്രാർത്ഥന, മൻ അദ്റക റമളാന ഫലൻ യുഗ്ഫർ ലഹു, ഒരാൾക്ക് ജീവിതത്തിൽ റമദാൻ വന്നെത്തിയിട്ട്, നോമ്പ് കിട്ടിയിട്ട് അത് മുഖേന തന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് പ്രാപ്തമായിട്ടില്ല എങ്കിൽ അവൻ തുലഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നതുപോലെ ഈ നമസ്കാരത്തിന്റെ കാതലായ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്റെ കുറ്റകൃത്യങ്ങളിൽ നിന്ന്, എന്റെ മനസ്സിലെ ചീഞ്ഞളിഞ്ഞ ചിന്താഗതികളിൽ നിന്ന് എനിക്ക് മാറാൻ, ഈ നമസ്കാരം കൊണ്ട് എന്റെ മനസ്സിനെ പാകപ്പെടുത്തുവാൻ, തസ്കിയത്ത് നടത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ആ നമസ്കാരം കൊണ്ട് ഫലമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, മല്ലം തൻഹഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഒരാളുടെ നമസ്കാരം കൊണ്ട് ഫഹ്ശായിൽ നിന്നും മുൻകറിൽ നിന്നും മാറി നിൽക്കുന്നില്ല എങ്കിൽ, കുറ്റകൃത്യങ്ങളിൽ നിന്ന് അത് അവനെ മാറ്റി നിർത്താൻ അവന്റെ നിസ്കാരം പ്രാപ്തമാക്കുന്നില്ല എങ്കിൽ, ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ, അല്ലാഹുവിൽ നിന്നുള്ള അകൽച്ചയല്ലാതെ അവനിൽ അധികരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കുന്നുണ്ട്, 5 വക്തിനും കൃത്യമായി പള്ളിയിൽ വരുന്നു, ജമാഅത്തായി നിസ്കാരത്തിൽ പങ്കെടുക്കുന്നു, ദിക്റും സ്വലാത്തും ദുആ ഒക്കെ ആയിട്ട് സമയം ചെലവഴിക്കുന്നു. പക്ഷേ അവന്റെ നിസ്കാരം മനസ്സറിയാത്ത,
ആത്മാവ് തൊട്ടറിയാത്ത നമസ്കാരമാണ് എങ്കിൽ തീർച്ചയായും അവന് ഈ നിസ്കാരം കൊണ്ട് ഫലമില്ല. മാത്രമല്ല, ഈ നമസ്കാരാനന്തരം നമസ്കാരം മുഖേന അവന്റെ മാനസികമായ സംസ്കരണം ലഭിക്കുന്നില്ല എങ്കിൽ അവന്റെ നിസ്കാരം കൊണ്ട് ഫലമില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൽ നിന്ന് അവൻ വഴിദൂരം അവൻ അകൽച്ച സംഭവിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും കണ്ണിനുമെല്ലാം ഒരു റാഹത്തും ആശ്വാസവും ലഭിക്കേണ്ട ഒന്നാണ്. ആർക്കോ വേണ്ടി ചെയ്യുന്ന, വല്ലാത്തൊരു അടങ്ങാറായി പോയല്ലോ, എന്താപ്പ ചെയ്യ, കുടുങ്ങിപ്പോയല്ലോ, ആ ഒരു മനോഭാവത്തിൽ നിർവഹിക്കേണ്ട ഒന്നേ അല്ല നമസ്കാരം. വളരെ റാഹത്തോടുകൂടി മനസമാധാനത്തോടുകൂടി സകല പ്രശ്നങ്ങളും സങ്കുചിതത്വങ്ങളും ക്ലേശങ്ങളും എന്റെ ബാഹ്യമായ ഈ ലോകത്ത് എനിക്ക് ഉണ്ടാകുമ്പോ അതിൽ നിന്ന് എനിക്ക് ആശ്വാസവും മനസ്സിന് ആനന്ദവും ലഭിക്കുന്ന ഒന്നാണ് നിസ്കാരം. ആ നിസ്കാരത്തിലൂടെ ലഭിക്കേണ്ടത് ഈ മനസമാധാനമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിലാണ് എനിക്ക് കൺകുളിർമ ലഭിച്ചിരുന്നത്. കൺകുളിർമ എന്ന് പറയുമ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. കണ്ണുകൊണ്ട് കാണുകയും മനസ്സത് തൃപ്തിപ്പെടുകയും ചെയ്യുമ്പോൾ കൺകുളിർമ എന്ന് പറയും. നിസ്കാരത്തിന്റെ ഒരു ഏറ്റവും സവിശേഷമായ നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തങ്ങളുടെ നമസ്കാരത്തിൽ തനിക്ക് നമസ്കാരത്തിലൂടെയാണ് കൺകുളിർമ ലഭിച്ചിരുന്നത്, മനസ്സിന് ആനന്ദം ലഭിച്ചിരുന്നത് എന്ന് പറയുമ്പോ നമ്മുടെ നിസ്കാരവും ഈ വാക്കും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ഒരു ചടങ്ങ് നിർവഹണമായി അവശേഷിക്കുകയാണ് പലപ്പോഴും. ഈ നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ള ഓരോ സൂറത്തുകളാവട്ടെ, ദുആകളാവട്ടെ, ദിക്റുകളാവട്ടെ, അതെല്ലാം അതത് സമയങ്ങളിൽ എല്ലാം ഓട്ടോമാറ്റിക്കലായി ഇങ്ങനെ യാന്ത്രികമായി നടക്കുന്ന ഒരു പ്രവർത്തനം മാത്രമായി നിസ്കാരം മാറുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണല്ലോ അതൊരു റാഹത്തായ സംഗതി ആയതുകൊണ്ടാണ്, മനസ്സിന് കുളിര് പകരുന്ന ഒന്നായതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ബിലാൽ അഖിമിസ് സ്വലാ, നിസ്കാരത്തിന് നീ ഇഖാമത്ത് കൊടുക്ക്, അരിഹ്നാ ബിഹാ, അതുകൊണ്ട് ഞങ്ങൾക്ക് റാഹത്ത് കിട്ടട്ടെ എന്നാണ്. നമുക്കറിയാം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കും ഇഖാമത്തും നമ്മൾ കേട്ടിട്ടില്ല, ചരിത്രത്തിലൂടെ വായിച്ചറിഞ്ഞതാണ്. പക്ഷേ ഒരു ചിത്രമുണ്ട് നമ്മുടെ മനസ്സിൽ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കും ഇഖാമത്തും ഒക്കെ ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്കറിയാം ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബി, ബാങ്ക് വിളിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകർ ഏൽപ്പിച്ച സ്വഹാബി, ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഇഖാമത്തിലൂടെ, ബാങ്കിലൂടെ ആശ്വാസമായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത് എന്നാണ്. അത് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താ അങ്ങനെ പറഞ്ഞാൽ, ബാങ്കിന്റെ ആ ഒരു ശബ്ദം ഉയർത്തുവാനും ഇഖാമത്ത് ഉയർത്തുവാനും, അത് മുഖേന ഞങ്ങൾക്ക് റാഹത്ത് ലഭിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. ഈ റാഹത്ത് ലഭിക്കാൻ, ഈ ഒരു ആശ്വാസം ലഭിക്കാൻ ഒന്നാമതായി നമുക്ക് വേണ്ടത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ രൂപത്തിൽ അങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് ആ നിസ്കാരം നമുക്ക് റാഹത്തുള്ളതായി മാറുന്നത്. അതുപോലെ തന്നെ ഈ രൂപത്തിൽ ഭക്തിയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി നിർവഹിക്കുമ്പോൾ ദുനിയാവിൽ മനസ്സമാധാനം ലഭിക്കുന്നതോടൊപ്പം പാരത്രിക ലോകത്ത് അവർ വിജയിച്ചവരുടെ കൂടെയാണ് എന്നാണല്ലോ നിസ്കാരക്കാരെ പറ്റി അള്ളാഹു പറഞ്ഞത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചു. അല്ലദീന ഹും ഫീ സ്വലാത്തി, അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി, വിജയിച്ച വിശ്വാസികളുടെ ഒന്നാമത്തെ ക്വാളിറ്റി അള്ളാഹു പറയുന്നത് അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്, സൂക്ഷ്മത പുലർത്തുന്നവരാണ് എന്നാണ്. എന്നാൽ നിസ്കാരം പലപ്പോഴും നമുക്കൊരു ഭാരമാണ്, നമുക്കൊരു ഇടങ്ങറായിട്ടാണ് പല ആളുകൾക്കും അത് ഫീൽ ചെയ്യുന്നത്, അനുഭവിക്കുന്നത്. അത് ആരുടെ സ്വഭാവമാണ്? അത് ഈ ഖുശൂ ഇല്ലാത്ത ആളുകളുടെ, മുനാഫിക്കീങ്ങൾക്ക് ചില നിസ്കാരങ്ങൾ വലിയ പ്രയാസമായിരുന്നു. സുബഹിയും ഇശാവും ഒക്കെ അവർക്ക് വലിയ പ്രയാസമാണ്. നമ്മുടെ ആളുകൾക്കും അങ്ങനെ തന്നെ. പലപ്പോഴും സുബഹിക്ക് പള്ളിക്ക് വരാൻ, ഇശാന്റെ ജമാഅത്തിൽ പങ്കെടുക്കാൻ, അതുപോലെ ജമാഅത്തുകളിൽ പങ്കെടുക്കാനൊക്കെ ഒരു പ്രയാസം. നിസ്കാരം ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറുന്നു. അവരെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താണ്? ഭക്തിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരമൊക്കെ അതൊരു വലിയൊരു സംഭവമായിട്ട്, ഭാരമുള്ള ഒന്നായിട്ട് അത്തരം ആളുകൾക്ക് മാറും, അവർക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. നമ്മളും നമ്മുടെ നമസ്കാരവും നമ്മുടെ നിലപാടും എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. എന്റെ നിസ്കാരത്തിലൂടെ എനിക്ക് ആശ്വാസമാണോ, സമാധാനമാണോ? അതല്ല
ഒരു കടമ നിർവഹണം മാത്രമാണോ നടക്കുന്നത് എന്ന് ഉറ്റാലോചിക്കുകയും കുറ്റമറ്റ രീതിയിൽ നിസ്കാരത്തെ നോക്കിക്കാണുകയും മുറ പോലെ ജീവിതാന്ത്യം വരെ നിലനിർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആരാധന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും അത് നിഷ്ഠയോടുകൂടി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഖുശൂഅോടുകൂടി നിർവഹിക്കുന്ന ഭക്തരായ വിശ്വാസികളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.